T20 വേൾഡ് കപ്പിന്റെ നിർണായക മത്സരത്തിൽ സഞ്ജു സാംസൺ എന്ന മലയാളി ക്രിക്കറ്ററുടെ ചുമലിലേറി ടീം ഇന്ത്യ സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പാതി വഴിയിൽ യാത്ര ഉപേക്ഷിച്ച് മടങ്ങിപ്പോകേണ്ടി വരുമെന്ന് ചിന്തിച്ച് അമ്പരന്ന് നിന്ന ടീമിന് ഈ വിജയം നൽകുന്ന പ്രതീക്ഷ ചെറുതൊന്നുമല്ല. പക്ഷേ അതിനേക്കാൾ ഉപരി ഇന്നത്തെ വിജയം സഞ്ജു സാംസൺ എന്ന എല്ലാവരും എഴുതിത്തള്ളിയ മലയാളി ക്രിക്കറ്ററുടെ മധുര പ്രതികാരം കൂടിയായിരുന്നു. നിന്നയും പഴി കലർന്ന പരിഹാസങ്ങളും കാത് നിറയെ കേട്ട ഒരുവൻ തുടർച്ചയായ പരാജയങ്ങൾക്കൊടുവിൽ കഴിവുകെട്ടവനും തോറ്റവനെന്നുമുള്ള അടയാളപ്പെടുത്തലുകൾ അയാളെ നിരന്തരം വേട്ടയാടി. സ്വന്തം ടീം ക്യാപ്റ്റന്റെ പോലും അവഗണനയും പരിഹാസങ്ങളും അനുഭവിച്ചുകൊണ്ട് കരയാതെ കരഞ്ഞു നടക്കുന്നവന്റെ മുഖത്ത് വിജയാനന്തരം വിടർന്ന ആ ചിരിയുണ്ടല്ലോ, അതിന്റെ സൗന്ദര്യം മറ്റെവിടെയും നമുക്ക് കാണുവാൻ കഴിയില്ല. രാജ്യത്തെ ജയിപ്പിച്ചിട്ട് ക്രീസിൽ മുട്ടുകുത്തി നിന്ന് ആകാശം നോക്കി കുരിശു വരച്ച സഞ്ജുവിനെ കണ്ടപ്പോൾ 1000 കണ്ണുകളിൽ സന്തോഷത്തിന്റെ ഉറവകൾ പൊട്ടിയിട്ടുണ്ടാവും, ഉറപ്പാണ്. സഞ്ജു സാംസൺ അയാൾക്ക് പറ്റിയതല്ല ഈ പണി, ഇതിലും ഭേദം അയാൾ പോയി ഇനി ചെരയ്ക്കുന്നതാണ് എന്ന് പോലും വിശേഷിപ്പിച്ച ഒരു കൂട്ടം മലയാളികൾ ഉൾപ്പെടുന്ന ക്രിക്കറ്റ് വിമർശകർക്ക് അവസാനം അയാൾ മൈതാനത്ത് മുട്ടുകുത്തി ദൈവങ്ങൾക്ക് നന്ദി പറയുമ്പോൾ ഒരുപക്ഷെ കുറ്റബോധത്തിന്റെ ഉറവ അവരുടെ കൺകോണുകളിൽ ഉരുണ്ടു കൂടിയിട്ടുണ്ടാവും. അതെ, അയാളുടെ കരിയർ തീർന്നു എന്ന് വിളിച്ചു കൂവി നടന്ന സകലർക്കും ഉജ്ജ്വലമായ മറുപടി നൽകിക്കൊണ്ട് അയാൾ ടീം ഇന്ത്യയെ ചുമലിലേറ്റിക്കൊണ്ട് സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 50 പന്തുകളിൽ നിന്നും 97 റൺസാണ് സഞ്ജു സാംസൺ വാരിക്കൂട്ടിയത്. സത്യത്തിൽ കളി സൂക്ഷ്മമായി നിരീക്ഷിച്ചവർക്ക് മനസ്സിലാവും ഇന്ന് സഞ്ജുവിന്റെ സ്കോർ 50 പന്തിൽ നിന്നും 101 ആയിരുന്നു എന്നുള്ളത്. സഞ്ജു അടിച്ച ഒരു ബൗണ്ടറി ലെഗ് ബൈ ആയിട്ടാണ് നിർഭാഗ്യവശാൽ അമ്പയർ പരിഗണിച്ചത്. പക്ഷേ റീപ്ലേ നോക്കിയപ്പോൾ അതിൽ കൃത്യമായി ആ പന്ത് അവന്റെ ഗ്ലൗസിൽ തട്ടിയിട്ടാണ് പോയത് എന്ന് വ്യക്തമായിരുന്നു. അതെ, പാഡിലല്ല ആ പന്ത് തട്ടിയത്, ഗ്ലൗസിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ 4 റൺസ് സഞ്ജുവിന്റെ അക്കൗണ്ടിലേക്ക് വരേണ്ടതായിരുന്നു. നിർണായകമായ ആ 4 റൺസ് സഞ്ജുവിന് നഷ്ടമായപ്പോൾ ശരിക്കും കൈവിട്ടു പോയത് അർഹമായ ഒരു സെഞ്ചുറി തന്നെയായിരുന്നു. വിജയകരമായി അവസാനിപ്പിച്ച സഞ്ജുവിന്റെ ആ ഇന്നിങ്സ് കണ്ടപ്പോൾ ഇൻസൾട്ടാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പല മഹാന്മാരും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ഓർമ്മയിലേക്ക് ഓടിയെത്തിയത്. അഭിഷേക് ശർമ്മയ്ക്കും തിലക് വർമ്മയ്ക്കും പകരം സഞ്ജു സാംസണെ കളിപ്പിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നായിരുന്നു ചില ദിവസങ്ങൾക്ക് മുമ്പ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്. ആ ചോദ്യത്തിന് ബാറ്റ് കൊണ്ട് മറുപടി നൽകിയ സഞ്ജു വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മായുകില്ല കട്ടായം എന്ന് ചില ആഴ്ചകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. അത് പാഴ്വാക്കായിരുന്നില്ല എന്നുകൂടി തെളിയിക്കുകയായിരുന്നു. അതെ, തന്നെ പരിഹസിച്ചവരെ കൊണ്ട് തന്നെ അനുമോദിപ്പിക്കുന്ന തരത്തിലുള്ള ഉജ്ജ്വലമായ പ്രകടനം അയാളുടെ ബാറ്റിൽ നിന്നും പിറവികൊണ്ടു. ഒറ്റയ്ക്ക് കളമടക്കി വാണ മഹാരാജാവ് വിജയ ശ്രീലാളിതനായി യുദ്ധാനന്തരം മടങ്ങി വരുമ്പോൾ സാക്ഷാൽ സൂര്യകുമാർ യാദവ് തലയിലെ തൊപ്പി ഊരി മാറ്റി സഞ്ജു സാംസൺ എന്ന പോരാളിയെ ബഹുമാന പുരസ്സരം അഭിനന്ദിച്ചു. ആ കാഴ്ച ഒരു ക്രിക്കറ്റ് ആരാധകന് മറക്കുവാൻ കഴിയുന്നതല്ല. T20 വേൾഡ് കപ്പിൽ സ്കോർ ചേസിംഗിൽ ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാൻ നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡ് വിരാട് കോഹ്ലിയുടെ പേരിലായിരുന്നു ഇത്രയും കാലം കുറിക്കപ്പെട്ടത്. എന്നാൽ ഇനി അത് സഞ്ജുവിന്റെ പേരിലേക്ക് മാറ്റി എഴുതാം. ക്രിക്കറ്റിലെ ഏറ്റവും ഉന്നതമായ സ്റ്റേജ്, ഇന്ത്യയെ സംബന്ധിച്ച് ലോകകപ്പിൽ ഏറ്റവും നിർണായകമായൊരു മത്സരം, ബിഗ് റൺ ചേസ് ആയിരുന്നു തൻ്റെ മുൻപിലുണ്ടായിരുന്നത്. ഏതൊരു കളിക്കാരനും തൻ്റെ കഴിവിൽ സംശയമുള്ളവരെ, തെളിവുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുവാൻ ഇതിലും മനോഹരമായൊരു പ്രകടനം വേറെ കാഴ്ചവെക്കുവാൻ കഴിയില്ല. അമ്മാതിരി പ്രകടനമായിരുന്നു സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്നും പിറവികൊണ്ടത്. ഇന്നത്തെ സഞ്ജുവിൻ്റെ ഇന്നിങ്സ് നിരീക്ഷിച്ചവർക്ക് കൃത്യമായി ഓർത്തെടുക്കുവാൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അഖിൽ ഹോസനെ 2 സിക്സറുകളും 1 ബൗണ്ടറിയും പറത്തിക്കൊണ്ട് മികച്ച തുടക്കമാണ് അയാൾ ടീം ഇന്ത്യക്ക് നൽകിയത്. 2 വിക്കറ്റുകൾ വീണു. ഇന്ത്യ സമ്മർദ്ദത്തിലാകുമ്പോൾ ഇന്നിങ്സ് ഹോൾഡ് ചെയ്യുന്ന സഞ്ജു സാംസൺ മോശം പന്തുകളെ തിരഞ്ഞെടുത്ത് ശിക്ഷിച്ചുകൊണ്ട് റിക്വയർഡ് റൺ റേറ്റ് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഉയർന്നു പോകാതിരിക്കുവാൻ അയാൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അർദ്ധ സെഞ്ചുറി നേടിയ ശേഷവും തന്റെ ജോലി തീർന്നിട്ടില്ല എന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. സൂര്യകുമാറിന്റെ വിക്കറ്റ് കൂടെ പോകുമ്പോൾ റൺ ചേസിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും തന്റെ ചുമലിലാണ് എന്ന് തിരിച്ചറിഞ്ഞ സഞ്ജു ലൂസ് ഷോട്ടുകൾ കളിച്ചു തന്റെ വിക്കറ്റ് കളയാതെ ഇന്നിങ്സിനെ ഒരു കരയ്ക്കടിപ്പിക്കുക എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ മുന്നോട്ട് നീങ്ങി. 18ാം ഓവറിൽ ജസൻ ഹോൾഡറുടെ ഒരു സ്ലോവർ ഓഫ് കട്ടർ മനോഹരമായ ഒരു സ്ക്വയർ കട്ടിലൂടെ പോയിന്റ് ബൗണ്ടറിയിലേക്ക് പ്ലേസ് ചെയ്തൊരു കാഴ്ചയുണ്ടായിരുന്നു. എത്ര മനോഹരമായിരുന്നു അത്! അത്തരമൊരു സന്ദർഭത്തിൽ റിസ്ക് ഒട്ടുമെടുക്കാതെ തന്റെ ക്ലാസ് വ്യക്തമാക്കുന്ന ഒരു ഷോട്ടിൽ കൂടി സഞ്ജു സാംസൺ തന്റെ പ്രതിഭയെ തെളിയിക്കുകയായിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് അവരുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് പിടിച്ചു കെട്ടുവാൻ കഴിയാതെ ഇരുന്നത് സഞ്ജു സാംസൺ എന്ന ബാറ്ററെ മാത്രമായിരുന്നു. താൻ എന്തുകൊണ്ടാണ് ഈ ടീമിന്റെ അവിഭാജ്യ ഘടകമായിരിക്കുന്നത് എന്നുള്ളത് സംശയങ്ങളില്ലാത്ത വിധത്തിൽ സഞ്ജു സാംസൺ അടയാളപ്പെടുത്തുന്ന കാഴ്ചയാണെന്ന് നാം കണ്ടത്.
ഇന്ത്യയുടെ T20 ലോകകപ്പ് ചരിത്രത്തിൽ എക്കാലത്തെയും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നാണ് ഇന്ന് സഞ്ജു സാംസന്റെ ബാറ്റിൽ നിന്നും ലോകം കണ്ടത്. തനിക്ക് ചുറ്റും വിക്കറ്റുകൾ കടപുഴകി വീഴുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഒട്ടും തന്നെ പതറാതെ ബിഗ് റൺ ചേസിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അത് കൃത്യമായി ക്ലിനിക്കലി സഞ്ജു സാംസൺ പൂർത്തിയാക്കി. അതെ, ഇന്ത്യൻ കുപ്പായത്തിൽ കരിയറിലെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുമായി സഞ്ജു സാംസൺ നിറഞ്ഞാടിയപ്പോൾ T20 വേൾഡ് കപ്പിൽ ഇന്ത്യ സെമി ഫൈനൽ ബർത്ത് ഉറപ്പിച്ചു. ക്വാർട്ടർ ഫൈനലിന് തുല്യമായ ത്രില്ലിംഗ് സൂപ്പർ 8 പോരാട്ടത്തിൽ 2 തവണ ചാമ്പ്യന്മാരായ വെസ്റ്റ് ഇൻഡീസിനെ 5 വിക്കറ്റിനാണ് ഇന്ത്യ ഇന്ന് വീഴ്ത്തിയത്. ഈഡൻ ഗാർഡൻസിൽ നടന്ന പോരാട്ടത്തിൽ 196 റൺസിന്റെ വലിയൊരു ലക്ഷ്യമാണ് ഇന്ത്യക്ക് മുൻപിലേക്ക് കരീബിയൻ പട വെച്ചു നീട്ടിയത്. മുൻനിര ബാറ്റർമാർ ഫ്ലോപ്പായി പോയെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുത്ത സഞ്ജു മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സുമായി ടീമിന്റെ ഹീറോയായി മാറി. പുറത്താവാതെ 97 റൺസുമായി അദ്ദേഹം കത്തിക്കയറിയപ്പോൾ ഇന്ത്യ 19.2 ഓവറിൽ 5 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി വിജയത്തിലേക്ക് പ്രവേശിച്ചു. 50 ബോളുകളിൽ 12 ഫോറും 4 സിക്സറുകളും ഉൾപ്പെട്ടതായിരുന്നു സഞ്ജുവിന്റെ ഇന്നിംഗ്സ്. ലോകകപ്പിൽ തന്റെ 50 കൂടിയാണ് അദ്ദേഹം ഈ മത്സരത്തിൽ കുറിച്ചത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ പോരാട്ടം യഥാർത്ഥത്തിൽ സഞ്ജുവും വെസ്റ്റ് ഇൻഡീസ് ടീമും തമ്മിലായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ മറ്റാർക്കും 30 റൺസ് പോലും തികയ്ക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു ഒരു നഗ്ന സത്യം. സഞ്ജുവിനെ മാറ്റി നിർത്തിയാൽ 27 റൺസ് എടുത്ത തിലക് വർമ്മയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സ്കോറർ. ബാറ്റിംഗ് നിരയിൽ മറ്റാരും 20 റൺസ് പോലും തികച്ചില്ല എന്നറിയുമ്പോഴാണ് സഞ്ജുവിന്റെ ഇന്നിംഗ്സ് എത്രമാത്രം സ്പെഷ്യൽ ആയിരുന്നു എന്ന് വ്യക്തമാകുന്നത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ വെസ്റ്റ് ഇൻഡീസ് 5 വിക്കറ്റുകൾ നഷ്ടപ്പെടുമ്പോൾ 195 റൺസ് എന്ന പടുകൂറ്റൻ ടോട്ടലിലേക്ക് പ്രവേശിച്ചു. 40 റൺസ് എടുത്ത റോസ്റ്റൺ ചേസ് ആണ് അവരുടെ ടോപ്പ് സ്കോറർ. 37 റൺസ് എടുത്ത ജേസൺ ഹോൾഡർ, 34 റൺസ് എടുത്ത റോമൻ പവൽ, 32 റൺസുകൾ എടുത്ത ക്യാപ്റ്റൻ ഷായ് ഹോപ്പ് എന്നിവർ വെസ്റ്റ് ഇൻഡീസിന് ഭേദപ്പെട്ട സംഭാവനകൾ നൽകി. ടോസ് ലഭിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. അവസാന മത്സരത്തിലെ അതേ 11 തന്നെയാണ് ഈ കളിയിലും അയാൾ നിലനിർത്തിയത്. മറുഭാഗത്ത് വിൻഡീസ് ഒരു മാറ്റം വരുത്തി. ബ്രണ്ടൻ കിങ്ങിന് പകരം അഖിൽ ഹോസനെയായിരുന്നു തിരികെ വിളിച്ചത്. സൂപ്പർ 8-ലെ ആദ്യ 2 മത്സരങ്ങളിൽ ഓരോ ജയവും ഓരോ തോൽവിയുമായിരുന്നു ഇന്ത്യയുടെയും വെസ്റ്റ് ഇൻഡീസിന്റെയും പേരിൽ കുറിക്കപ്പെട്ടത്. സൂപ്പർ 8-ൽ വൻ തോൽവിയോടുകൂടിയാണ് ഇന്ത്യ തുടങ്ങിയത് തന്നെ. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ സൗത്ത് ആഫ്രിക്കയോട് 72 റൺസിനാണ് ഇന്ത്യ തകർന്നടിച്ചത്. എന്നാൽ ചെന്നൈയിലെ ചെപ്പോക്കിൽ നടന്ന ഡു ഓർ ഡൈ മാച്ചിൽ മിന്നുന്ന ജയവുമായി ഇന്ത്യ ശക്തമായ തിരിച്ചുവരവ് നടത്തി. സിംബാബ്വേയെ റൺമഴയിൽ മുക്കിയ ചാമ്പ്യന്മാർ 76 റൺസിന്റെ ജയമാണ് ആഘോഷിച്ചത്. എന്നുവെച്ചാൽ സൗത്ത് ആഫ്രിക്കയോട് 76 റൺസിന് പരാജയപ്പെട്ട ടീം ഇന്ത്യ അതേ 76 റൺസിന് തന്നെ സിംബാബ്വേയെ തകർത്തെറിഞ്ഞു. ആ ഒരു വിജയമായിരുന്നു ഇന്ത്യൻ ടീമിന് സെമി ഫൈനൽ പ്രതീക്ഷകൾ കാത്തു സൂക്ഷിക്കുവാൻ സഹായിച്ച പ്രധാനപ്പെട്ട ഘടകം. എന്നാൽ സൂപ്പർ 8-ൽ നേരെ മറുഭാഗത്ത് സിംബാബ്വേയെ തരിപ്പണമാക്കിക്കൊണ്ടാണ് വിൻഡീസ് തുടങ്ങിവെച്ചത്. തീർത്തും ഏകപക്ഷീയമായ മത്സരത്തിൽ 107 റൺസിന് അവർ എതിരാളികളെ കശാപ്പ് ചെയ്തു. പക്ഷേ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അതേ പ്രകടനം ആവർത്തിക്കുവാൻ വെസ്റ്റ് ഇൻഡീസിന് കഴിഞ്ഞില്ല. 9 വിക്കറ്റിന്റെ കനത്ത പരാജയമായിരുന്നു വെസ്റ്റ് ഇൻഡീസ് ഏറ്റുവാങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം വെസ്റ്റ് ഇൻഡീസിനെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും ഡു ഓർ ഡൈ എന്ന പോലെ തന്നെയായിരുന്നു. അവിടെ സർവ്വസന്നാഹങ്ങളോടുകൂടി ടീം ഇന്ത്യക്കെതിരെ മാരകമായ കടന്നാക്രമണങ്ങൾ നടത്തിയിട്ടും സഞ്ജു സാംസൺ എന്ന ധീരനായ പടയാളിയുടെ ഒറ്റയാൾ പോരാട്ടത്തെ പിടിച്ചുകെട്ടുവാൻ കരീബിയൻ പടയ്ക്ക് കഴിയാതെ പോയി. അവർ നിഷ്പ്രഭരായി പോയി.